Day 6. രാവിലെ എന്നെ കെറ്റിലിൽ വെള്ളം തിളപ്പിച്ച് ചായ ഇട്ട് കുടിച്ചു. ഇന്നലെ രാത്രി ടി വിയിൽ മെമ്മറി സിനിമ എല്ലാവരും ഒരുമിച്ച് കാണാൻ കിടന്ന് മാത്രമേ ഓർമ്മയുള്ളൂ. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇടത്തുനിന്ന് വലത്തുനിന്നൊക്കെ കൂർക്കമ്പലി കെട്ടു തുടങ്ങി. അങ്ങനെ എല്ലാവരും പെട്ടെന്ന് കിടന്നു തുടങ്ങി. ഈ റിസോർട്ട് കൊടുത്തിട്ട് 1 വർഷമേ ആവുന്നുള്ളൂ. അതിൻ്റെതായ ഒരു പുതുമ എല്ലായിടത്തും ഉണ്ട്. ഈ കോട്ടേജിന് 5000 രൂപയാണ് റെന്റ്. 3 അഡൽസിനാണ് ആ റേറ്റ്. ഞങ്ങൾ ആകെ 5 പേരുള്ളതുകൊണ്ട് എക്സ്ട്രാ ബെഡ് മേടിച്ച് അഡ്ജസ്റ്റ് ചെയ്തു. മാത്രമല്ല ബാക്കി എല്ലാ കോട്ടേജും ബുക്ക്ഡ് ആണ്. എല്ലാ കോട്ടേജിലും ഫാമിലീസ് ആണ്. ഞങ്ങൾ മാത്രമാണ് കല്യാണം കഴിഞ്ഞിട്ടും ബാച്ചിലർ ട്രിപ്പായിട്ട് വന്നവർ. ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആണ്. നല്ല സോഫ്റ്റ് അപ്പവും മുട്ടക്കറിയും ചായയും. ആഹാ, പിന്നെന്ത് വേണം. ഞാൻ 3 ചായ കയറ്റി. അല്ല പിന്നെ ആൾക്ക് ഓരോ മുട്ട വീതമാണ് കണക്ക്. പ്രവീൺ ഇതറിയാതെ 2 മുട്ട ശാപ്പിട്ടു. ശരത്ത് മുട്ട കിട്ടിയില്ല, തീർന്നു എന്നൊക്കെ പറഞ്ഞ് ഇതിൽ നടപ്പുണ്ട്. വളരെ നീറ്റ് ആൻഡ് കാം ആയിട്ടുള്ള റിസോർട്ടാണത്. പണിതിട്ട് അധികം നാളായിട്ടില്ലെന്ന് ഇവിടുത്തെ ഒരു ആംബിയൻസ് ആണെന്ന് നമുക്ക് മനസ്സിലാവും. കൂടാതെ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് വേണമെങ്കിൽ അത് നമുക്ക് ചെയ്തു തരും. പ്രവീണാണെങ്കിൽ ഇന്നലെ രാത്രി ഒറ്റയ്ക്ക് ഇരുന്ന് ക്യാരം ബോർഡ് കളിക്കണ്ടായിരുന്നു. ഇവിടെ എങ്ങോട്ട് തിരിഞ്ഞാലും ചുറ്റും മലനിരകളാണ്. ഈ റിസോർട്ട് ഇരിക്കുന്നതും ഒരു കുന്നിൻ്റെ മുകളിലാണ്. എന്തായാലും വളരെ സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഒരു സ്റ്റേ ആയിരുന്നു. ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിന്റെ പ്രോംപ്റ്റ് ആയിട്ടുള്ള സർവീസ് പ്രത്യേകിച്ച് എടുത്തു പറയണം. രാവിലെ ഒരു 11 മണിയോടെ ഞങ്ങൾ ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങി നേരെ ആലുവയിലേക്ക് വെച്ച് പിടിച്ചു. പിന്നീട് അങ്ങോട്ടൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാൻ ദേ കുമരകത്തെത്തി. സിംഗിൾട്ടൺ സ്കോച്ച് വിസ്കി 2 വിട്ടു. ദേ ഫുഡ് കഴിക്കുന്നു. നാളെ കാണാം. ഓട് സ്ലാമ്പി.